والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറകത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നമ്മുടെ കുടുംബാദികളുടെ രോഗങ്ങൾ, നമ്മുടെ രോഗങ്ങൾ മുഴുവനും അല്ലാഹു തആല ശിഫയിലും സലാമത്തിലുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുലോക വിജയികളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് അവൻ്റെ ഓരോ സെക്കൻഡുകളും നിമിഷങ്ങളും അള്ളാഹുവിൻ്റെ സ്മരണയിലും അള്ളാഹുവിൻ്റെ ദിക്റിലും കഴിഞ്ഞുകൂടിയിരിക്കും. ദിക്ർ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും നാം നിർവഹിക്കേണ്ട ഭക്ഷണ കാര്യങ്ങളിലാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് തന്നെ അള്ളാഹുവിൻ്റെ ദിക്റാണ്. അങ്ങനെ അള്ളാഹുവിനെ ഓർമ്മിക്കുക. ദിക്ർ എന്ന് പറഞ്ഞാൽ സ്മരണയാണ്. വിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സ്മരണ ഉറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം പാടില്ല. വിശുദ്ധമായ ഖുർആനിലൂടെയും വിശുദ്ധമായ ഹദീസുകളിലൂടെയും സാത്വികരായ നമ്മുടെ മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാരും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ വിശ്വാസിയുടെ ജീവിതം എപ്പോഴും അള്ളാഹുവിന്റെ ദിക്റിലായി കഴിഞ്ഞുകൂടുക എന്നുള്ളത് അതവന്റെ ഇരുലോക വിജയത്തിന് കാരണമാണ്. അവന്റെ ആപത്തുകളും പ്രയാസങ്ങളും തടുക്കുന്നതിനും പൈശാചികമായ ഉപദ്രവങ്ങൾ തടയപ്പെടുന്നതിനും കാരണമാകും. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു മുസ്ലിമായ മനുഷ്യന്റെ പിശാചും അതുപോലെ തന്നെ അവിശ്വാസിയായ ഒരു മനുഷ്യന്റെ പിശാചും പരസ്പരം കണ്ടുമുട്ടി. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയായ മനുഷ്യന്റെ പിശാചും ശൈത്വാനും അതുപോലെ അവിശ്വാസിയായ ഒരു മനുഷ്യന്റെ പിശാചും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ അവിശ്വാസിയായ മനുഷ്യന്റെ പിശാചു വളരെ തടിച്ച് കൊഴുത്തു, വളരെ ശരീരം വലിയ ഘടനയിൽ ഇരിക്കുന്നതായിട്ട് ഈ മെലിഞ്ഞ പിശാച് കണ്ടു. അഥവാ വിശ്വാസിയുടെ പിശാച് കണ്ടു. വിശ്വാസിയുടെ പിശാചാണെങ്കിൽ വളരെ എല്ലും തോലുമായിട്ട് വളരെ ശോഷിച്ച് ജീവനറ്റ് പോകുന്ന അവസ്ഥയിലാണ്. കണ്ടപ്പോ ഈ അവിശ്വാസിയായ മനുഷ്യന്റെ ശൈത്താൻ വിശ്വാസിയായ മനുഷ്യന്റെ ശൈത്താനോട് ചോദിച്ചു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ വിശ്വാസിയായ മനുഷ്യന്റെ പിശാചിനോട് അവിശ്വാസിയായ മനുഷ്യന്റെ തടിച്ചു കൊടുത്ത പിശാച് ചോദിച്ചു, നിനക്ക് എന്തേ ഇങ്ങനെ പറ്റിയത്? നീ വല്ലാത്തൊരവസ്ഥയിലാണല്ലോ എന്ന് ചോദിച്ചപ്പോ ആ വിശ്വാസിയായ മനുഷ്യന്റെ പിശാച് പറയുകയാണ്, വല്ലാഹി മാ അസ്ലു മഅഹു ഇലാ ഷൈഇൻ, എന്നിലേക്ക് എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ ജീവിക്കുന്നത് ഒരു വിശ്വാസിയായ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. അവൻ എനിക്കൊന്നും തരുന്നില്ല. ഇദാ തുഇമ ദക്കർ ഇസ്മല്ലാഹ്, അവൻ ഭക്ഷണം കഴിച്ചാൽ അവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയും. വഇദാ ശരിബ ദക്കർ ഇസ്മല്ലാഹ്, അവൻ വെള്ളം കുടിച്ചാൽ അവൻ അല്ലാഹുവിനെ സ്മരിക്കും, ദിക്ർ ചെയ്യും. വഇദാ നാമ ദക്കർ ഇസ്മല്ലാഹ്, അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങാൻ നേരത്ത് അവൻ അല്ലാഹുവിനെ സ്മരിക്കും. അതുപോലെ വഇദാ ദഖല ബൈതഹു ദക്കർ ഇസ്മല്ലാഹ്, അവൻ അവന്റെ വീട്ടിലേക്ക് കടന്നാലും അവൻ അല്ലാഹുവിനെ സ്മരിക്കും. അവന്റെ സദാസമയവും എന്നോടൊപ്പമുള്ള വിശ്വാസി അവന്റെ ജീവിതത്തിന്റെ സദാസമയങ്ങളിലും അല്ലാഹുവിനെ സ്മരിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്. മറ്റൊരു ഹദീസിലൂടെ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വിശ്വാസിയായ മനുഷ്യന്റെ അവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നവൻ ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞില്ലെങ്കിൽ അവന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് പിശാചാണെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു വീട്ടിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ നമ്മുടെ കൂടെ കടക്കുന്നത് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ പിശാച് അവൻ നമ്മുടെ കൂടെ അകത്തേക്ക് പ്രവേശിക്കും. അപ്പൊ നാം നമ്മുടെ പിശാചിനെ വളർത്തുകയാണ്. പിന്നെ വെള്ളവും ഭക്ഷണവും സൗകര്യങ്ങളും കിടക്കാനുള്ള സൗകര്യങ്ങളും എല്ലാ സുഭിക്ഷതയും നൽകി അള്ളാഹുവിന്റെ സ്മരണയിൽ മുറിഞ്ഞുപോയൊരു വിശ്വാസി അവന്റെ പിശാചിനെ കൂടെ വളർത്തുകയാണ്. അപ്പൊ ഈ പിശാചിന്റെ ശർറുകൾ മാറുന്നതിനും പിശാച് നമ്മിലേക്ക് അടുക്കാതിരിക്കുന്നതിനും നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് പിശാച് പ്രവേശിക്കാതിരിക്കാനും അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നമുക്ക് പഠിപ്പിച്ചു നൽകിയതാണ് അള്ളാഹുവിന്റെ സ്മരണ എന്ന് പറയുന്നത്. ഈ അള്ളാഹുവിന്റെ സ്മരണ നാം ഓരോ സമയത്തും ചെയ്യേണ്ട ദിക്റുകൾ കൃത്യമായി പാലിക്കുക. ഭക്ഷണം കഴിക്കാൻ നേരത്ത് അള്ളാഹുവിന്റെ സ്മരണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്മരണ അൽഹംദുലില്ലാ. അതുപോലെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ നേരത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇങ്ങനെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അതിന്റെ പ്രാർത്ഥന. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സദാസമയവും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയായ മനുഷ്യന് അവന്റെ കൂടെ പിശാചിനെ ജീവിക്കൽ അസഹ്യമാണ്. ആ വിശ്വാസിയുടെ കൂടെ പിശാചിനെ ജീവിക്കൽ അസഹ്യമാണ്, പ്രയാസമാണ്. അവന് നിലവിളിയാണ് ആ പിശാചിന്.
അപ്പോൾ നമുക്ക് പിശാചിന്റെ ശർറുകൾ നമുക്ക് കുറയും, നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള മാനസികമായ ഉന്മേഷം നമുക്കുണ്ടാകും. അല്ലാത്ത പക്ഷം വെള്ളവും അതുപോലെ ഭക്ഷണവും ജീവിത സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ പിശാചിന് വേണ്ടി നാം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും ഒരു മലക്കും ഒരു പിശാചും കൂടെ ഉണ്ടാകും. മലക്കിന്റെ സ്വാധീനമാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുന്നതെങ്കിൽ നമുക്ക് നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയും. അതല്ല നമ്മോടൊപ്പമുള്ള പിശാചാണ് നമ്മെ ആധിപത്യപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ആ പിശാചിന്റെ റൂട്ടിലൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത്. അല്ലാഹു തആല മലക്കുകളുടെ സ്വാധീനവും ആ മലക്കുകളുടെ ആധിപത്യവും അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശ്വാസിയുടെ ജീവിതം ദിക്റുകളിലും അല്ലാഹുവിന്റെ സ്മരണയിലും സമൃദ്ധമാക്കുവാൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക വിജയികളിൽ മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.